പാവപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കുമായി ജീവിച്ചു. ഭരണകൂടം ജയിലിലിട്ടു. നീതി കിട്ടാതെ മരിച്ചു. തൻ്റെ പൗരോഹിത്യ ജീവിതം പാവപ്പെട്ടവർക്കായി അടിച്ചമർത്തപ്പെട്ടവർക്കായി ഒഴിഞ്ഞുവെച്ച ഫാദർ സ്റ്റാൻ സ്വാമിയുടെ നിലപാടുകളെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഈ 3 വാക്യങ്ങളിൽ സംഗ്രഹിക്കാം. ആരോരുമില്ലാത്തവർക്കായി ശബ്ദമുയർത്തിയ ആ വന്യ പുരോഹിതന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഫാദർ സ്റ്റാൻ സ്വാമിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എവിടെയാണ് അദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെട്ടത്? ഭരണകൂട വേട്ടയാടലിന്റെ ഇരയാണോ ഫാദർ സ്റ്റാൻ സ്വാമി? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. ആദ്യമായിട്ട് തന്നെ ഫാദർ സ്റ്റാൻ സ്വാമി, അദ്ദേഹത്തിൻ്റെ ഒരു 3ാം ചരമ വാർഷികമാണ് ഈ ജൂലൈ മാസം 5-ാം തീയതി ആചരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ദീപ്തമായ ഓർമ്മകളിലാണ് ഭാരതസഭയും ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും. ഈ ഫാദർ സ്റ്റാൻ സ്വാമി ആരായിരുന്നു എന്നൊരു ചോദ്യം ആദ്യഘട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ജെസ്യൂട്ട് സഭാംഗമാണ്, ജെസ്യൂട്ട് സന്യാസ സഭാംഗമാണ് ഫാദർ സ്റ്റാൻ സ്വാമി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഇവർക്കും അറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് ബീഹാർ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ. പിന്നീട് ഈ റാഞ്ചി മേഖലയിലേക്ക്, ജാർഖണ്ഡിലെ റാഞ്ചി മേഖലയിലേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിക്കുന്നു. പ്രത്യേകമായി ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട അടിച്ചമർത്തപ്പെട്ടവർക്കായി അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. അവിടെ പലപ്പോഴും അവർക്ക് നിഷേധിക്കപ്പെടുന്ന ഈ ഭൂമി, തൊഴിൽ, ഒപ്പം തന്നെ ഈ വനം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാവപ്പെട്ടവർക്കൊപ്പം ആദിവാസി വിഭാഗത്തിലുള്ള ജനതയ്ക്കൊപ്പം അദ്ദേഹം എന്നും നിലകൊണ്ടിരുന്നു. പലപ്പോഴും നമുക്കറിയാം ഈ ജാർഖണ്ഡ്, ഈ ധാതു ആ ഒരു മേഖലയിൽ വളരെയധികം സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ആദിവാസി മേഖലയിൽപ്പെട്ടവർ, പാവപ്പെട്ടവർ പലപ്പോഴും അവിടുത്തെ ഈ കോർപ്പറേറ്റുകളുടെയും ഒക്കെ ഒരു ചൂഷണത്തിന് ഇരയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവർക്ക് അവകാശപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, അവരുടെ തന്നെ സ്വന്തമായ വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, അപ്പോൾ പലപ്പോഴും അവർ വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾക്കൊക്കെ ഇരയായിക്കൊണ്ടിരുന്നു. അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിലാണ് ഫാദർ സ്റ്റാൻ സ്വാമി എന്ന ആ ഒരു വ്യക്തിത്വം അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ, നീതി പീഠങ്ങളിൽ, ഭരണ തലങ്ങളിലൊക്കെ ശബ്ദമുയർത്താൻ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. 90കളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ സമര പോരാട്ടങ്ങളൊക്കെ വിജയം കാണുകയും പാവപ്പെട്ടവരുടെ ഒരു കണ്ണീരൊപ്പുവാൻ അത് ഇടയാവുകയും ചെയ്തു. പിന്നീട് ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഈ 2014 നമുക്കറിയാം BJP സർക്കാർ അധികാരത്തിൽ വരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഈ ആദിവാസി മേഖലയിൽ ഏകദേശം 3000-ഓളം യുവജനങ്ങളെ ഈ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തുന്നു, അതിനെതിരെ ഒരു നിയമ പോരാട്ടം നടത്തുന്നു. തുടർന്ന് ആ ഒരു കേസിൽ ഏകദേശം 96% ആളുകൾ നിരപരാധികളാണ് എന്ന തരത്തിൽ നീതിപീഠത്തിൽ നിന്നും ഒരു വിധി വരുന്നു. അതിനുശേഷം നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ഒരു ഭരണകൂടത്തിൻ്റെ ഒരു കണ്ണിലെ കരടായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം ഈ 2018 ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പ് നടന്ന എൽഗാർ പരിഷത്ത് ആ ഒരു സമ്മേളനവും ഒക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് ബന്ധപ്പെടുത്തുന്നു. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച്, തീവ്രവാദ ബന്ധം ആരോപിച്ചു. ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഭാരത ചരിത്രത്തിലെ തന്നെ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തി കൂടിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി. 83ാമത്തെ വയസ്സിലാണ് UAP ചുമത്തപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാകുന്നത്. UAP ആ ഒരു നിയമത്തിൻ്റെ ഒരു കാഠിന്യം നമുക്കറിയാം, ജാമ്യം കിട്ടത്തില്ല. അതായത് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ആ വ്യക്തി, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അപരാധിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു പ്രൊവിഷൻ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കപ്പെട്ട് 2020 ഒക്ടോബർ മാസം അദ്ദേഹം അറസ്റ്റിലാകുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ NIA റെയ്ഡ് നടത്തുന്നുണ്ട്, പക്ഷേ കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ NIAക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഫാദർ സ്റ്റാൻ സ്വാമി ഈ ജയിലിൽ എത്തപ്പെടാനൊരു ഇടയായിട്ടുള്ളൊരു സാഹചര്യം.
എന്തുകൊണ്ടാണ് റോബിൻ ഈ NIA ഈ മാവോയിസ്റ്റ് ബന്ധം ഈ ഫാദർ സ്റ്റാൻ സ്വാമിക്ക് മേൽ ആരോപിക്കാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? കാരണം പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആക്ടിവിസ്റ്റ് ആയിരുന്നു. വനമേഖലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിത്വമായിരുന്നു. പക്ഷേ ഈ വന്യ വയോധികനെ 83 വയസ്സുള്ള ഈ വ്യക്തിക്കെതിരെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച്, തീവ്രവാദ ബന്ധം ആരോപിച്ച് എന്തുകൊണ്ടാണ് എന്നെ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാനിടയായത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അത് ഒരു ചരിത്രപരമായി തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം അവിടുത്തെ ഈ ജാർഖണ്ഡ് ആ മേഖലകളിലുള്ള ആദിവാസി സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇൻഹാബിറ്റൻസ് ആണ് അവർ. ഏറ്റവും ആദ്യത്തെ ഇൻഹാബിറ്റൻസാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻസ് ഇതുടെ സംസ്കാരത്തിൽ അവിടെ നിന്ന് ദ്രവീഡിയൻസ് നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. അതുപോലെ അത് കഴിഞ്ഞ് ആര്യൻസ് നേരെ നോർത്ത് ഇന്ത്യ വന്നു. ഈ പറയുമ്പോഴെല്ലാം ഇതിനെല്ലാം ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ BC ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഈ ആദിവാസികൾ കൂടിയുള്ള മനുഷ്യരാണ്. ഈ മനുഷ്യർ പിന്നീട് കൊണ്ടുവന്ന ലാൻഡ് റിഫോംസോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഈ മനുഷ്യർക്ക് അറിയില്ല. ഈ മനുഷ്യർ അവിടെ കാലങ്ങളായി താമസിക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ 2000-ൽ ജാർഖണ്ഡ് വിഭജിക്കുന്നതിന് മുന്നേ തന്നെ ബീഹാറിൻ്റെ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതേ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മിഷണന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് കാലം മുതലേ ഈ ഭാഗങ്ങളിലെ അധികൃതരായ ആളുകൾക്ക് വേണ്ടിയിട്ട് മിഷണറിമാർ ധാരാളമായി അവിടെ സ്കൂളുകൾ തുടങ്ങുകയും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്കറിയാം അന്നത്തെ ലിറ്ററസി റേറ്റ് പോലും 30% താഴെയാണ് ലിറ്ററസി റേറ്റ്. ഇപ്പോൾ നമ്മൾ ജാർഖണ്ഡിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ 80,000-ഓളം ചതുരശ്ര കിലോമീറ്ററോളം വലുപ്പമുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ആ ജാർഖണ്ഡിൽ കേരളത്തിൻ്റെ അത്രയും ജനസംഖ്യ ഉള്ളത്. പക്ഷേ ഈ ജനസംഖ്യയിൽ 40%-ഓളം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനമാണ്. എന്നാൽ ഇന്ത്യയിലെ ടോട്ടൽ നാച്ചുറൽ റിസോഴ്സിൻ്റെ കാര്യത്തിൽ 40%-ഓളം റിസോഴ്സ് ഉള്ള ഒരു സംസ്ഥാനം എന്ന് വെച്ചാൽ അത്ര റിച്ചായ സംസ്ഥാനമാണ്. അയൺ കോറും കൽക്കരി അടക്കമുള്ള അതുപോലെ കോപ്പർ അങ്ങനെ എല്ലാത്തിൻ്റെയും വളരെ സമ്പന്നമായ നിക്ഷേപമുള്ള സംസ്ഥാനമാണത്. ഈ സംസ്ഥാനത്ത് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. കുട്ടികൾ അവിടെ ബാലവേല ചെയ്യുന്നു എന്നുള്ള ഇതുപോലെ ഖനികളിൽ വളരെ ദയനീയമായ സാഹചര്യത്തിൽ ഒരുപാട് ഡോക്യുമെന്ററികളും അതിനോട് ഒരുപാട് ഡോക്യുമെന്റ്സ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഈ അധികൃതരായ മനുഷ്യരെ ഇതുപോലെ കോർപ്പറേറ്റുകൾ കയറി അവിടെ ഇപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം കോർപ്പറേറ്റുകളാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റുകളുടെ കീഴിൽ ഈ ജനങ്ങളുടെ അവിടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കപ്പെടുന്നു. അവരുടെ ലാൻഡ് ഇവർ കൈയടക്കുന്നു. ഖനിക്കും മറ്റും ഖനനത്തിനുമായിട്ട് ലാൻഡ് കൈയടക്കുന്നു. അതുപോലെ ഫോറസ്റ്റിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ അവകാശങ്ങൾ ഒന്നും മാനിക്കപ്പെടുന്നില്ല. ഫോറസ്റ്റ് ആക്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ജാർഖണ്ഡിന്റെ മീനിങ് പോലും ഫോറസ്റ്റ് ലാൻഡ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് വരുന്നത്. അവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ കൊടുത്ത സഹായങ്ങളാണ് പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്നത്. കാരണം അവിടെ സ്കൂളുകൾ തുടങ്ങി ലിറ്ററസി ഇപ്പൊ 60%-ഓളം ലിറ്ററസി റേറ്റ് ഉണ്ട് ജാർഖണ്ഡിന്. ഇതുകൂടാതെ തന്നെ ഈ ദണ്ഡകാരണ്യ അടക്കമുള്ള ഇതുപോലുള്ള ഈ ബെൽറ്റുകളിലെല്ലാം ക്രിസ്ത്യൻ കൺവേർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം നക്സലിസം ഇല്ലാതായിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷന്മാർ എവിടെയൊക്കെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നക്സലിസം വളരെ വ്യക്തമായിട്ട് ഇല്ലാതായി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ച ദളിതർക്ക് വേണ്ടി അതുപോലെ തന്നെ ജാർഖണ്ഡിൽ ഈ ആദിവാസികൾ OBC SC ST ഇവരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു മിഷണറി, ഈ ആളുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു മിഷണറി, ഈ മിഷണറിക്കെതിരെയാണ് ഇത്ര ക്രൂരമായിട്ടുള്ള ആക്രമണം നടന്നതും ഈ വ്യക്തിക്കെതിരെയാണ് ഇത്ര ക്രൂരമായ ആക്രമണം നടന്നത്. ഇതിനു മുൻപ് അവിടെയുള്ള മിഷണറിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നമുക്കറിയാം സിസ്റ്റർ റാണി മരിയ അടക്കമുള്ള ഇവരെല്ലാം കൊല്ലപ്പെട്ടത് ശരിക്കും ഈ കോർപ്പറേറ്റുകൾക്കെതിരെ ഈ ആദിവാസികളെ അണിനിരത്തി എന്നുള്ളതിന്റെ പേരിൽ തന്നെയാണ് ഇവരെല്ലാം കൊല്ലപ്പെട്ടത്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവർ നിലകൊള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം കൊല്ലപ്പെട്ടത്. ഇനി ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ ആരോപണങ്ങൾ എടുക്കാം. ഈ ആരോപണങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യദ്രോഹമുണ്ട് അതിൻ്റെ ഉള്ളിൽ, അതുപോലെ തന്നെ തീവ്രവാദ ബന്ധമുണ്ട്, മാവോയിസ്റ്റ് ബന്ധമുണ്ട്, ഈ ബന്ധങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ എല്ലാ അടിസ്ഥാനം ഏതാണ്? അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് പിടിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മളെ ഷീറ്റ് മാത്രം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഈ ആരോപണങ്ങളെല്ലാം വരുന്നത് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് പിടിച്ച ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഡോക്യുമെന്റുകളുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അത് അന്നും ഇന്നുമെല്ലാം ചോദ്യം ഉയരുന്നുണ്ട്. എന്നിട്ടും ഏറ്റവും അവസാനം ഇത്രയും ആളുകൾക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ അവസാനം ഒരു സിപ്പറും കപ്പും ചോദിച്ചിട്ട് അത് കൊടുക്കാൻ പോലുമുള്ള മനസ്ഥിതി ഇല്ലാത്ത മനുഷ്യരെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? അത് കൊടുക്കാൻ പോലും ആ മനുഷ്യൻ അവസാനം പറഞ്ഞു, ഞാൻ മരിക്കും എന്നുള്ളത് ഉറപ്പാണ്.
ആ സമയത്ത് എൻ്റെ ജനങ്ങളുടെ കൂടെയെങ്കിലും ആയിരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കും എന്ന് പറഞ്ഞിട്ട് അതുപോലും സമ്മതിക്കാത്ത ഒരു വ്യവസ്ഥിതിയെ കുറിച്ച് നമ്മൾ എന്ത് സംസാരിക്കാനാണ്? അത് വളരെ വ്യക്തമാണ്. ഈ ഫാദർ സ്റ്റാൻ സ്വാമി അറസ്റ്റ് ചെയ്യുന്നു. 2020 ഒക്ടോബർ മാസം 8-ാം തീയതി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. റാഞ്ചിയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. 83 വയസ്സുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പിന്നീട് നവി മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നു, ഈ കസ്റ്റഡിയിലെടുക്കുന്നു, ഈ തലോജ ജയിലിൽ അടയ്ക്കുന്നു. അവിടെ വെച്ച് റോബിൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത ഒരു മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. റോബിൻ പ്രസക്തമായിട്ടൊരു കാര്യമാണ്. അതായത് അദ്ദേഹം പാർക്കിൻസൺസ് രോഗബാധിതനാണ്. അദ്ദേഹത്തിന് കൈ വിറയ്ക്കും. അപ്പോൾ ഈ വെള്ളം കുടിക്കണമെങ്കിൽ സ്ട്രോ അല്ലെങ്കിൽ സിപ്പർ വേണ്ടിവരും. അത് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നും NIA അത് മേടിച്ചിരുന്നു. അത് ജയിലിലേക്ക് കയറ്റാൻ സമ്മതിച്ചിരുന്നില്ല. ഒപ്പം ശീതകാലമാണ്, ഓർക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ മാസമൊക്കെ ശീതകാലമാണ്. അതിന് പറ്റിയ വസ്ത്രങ്ങൾ അതൊന്നും അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ആ സ്ട്രോയും സിപ്പറും ലഭ്യമാക്കാൻ ജയിൽ അധികൃതരോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. പിന്നെ കോടതിയെ സമീപിക്കുന്നു. കോടതി NIAയോട് അതിനുള്ള വിശദീകരണം ചോദിക്കുന്നു. അവർക്ക് 20 ദിവസം എടുത്തു NIA ആ ഒരു വിഷയത്തിൽ, ഒരു മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 20 ദിവസം എടുത്തു കോടതിക്ക് മറുപടി കൊടുക്കാം. മറുപടി നൽകിയത് എന്താണ്? ഞങ്ങളതൊന്നും എടുത്തിട്ടില്ല എന്ന ഒരു ബാലിശമായിട്ടുള്ള ഒരു മറുപടി. ഒരു ബേസിക് ഒരു നെസസിറ്റി അല്ലെങ്കിൽ ഒരു ബേസിക് മനുഷ്യാവകാശത്തിന്റെ ധ്വംസനം. ഇനി എന്നയുടെ വാദഗതികൾ ഒരു വാദത്തിന് വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഏത് കൊടും കുറ്റവാളിയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഒരു ബേസിക് ഒരു മനുഷ്യാവകാശമുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അതുപോലും അവിടെ ബഹുമാനിക്കപ്പെടുന്നില്ല. അത് അവിടെ ആ വ്യക്തിക്ക് നേടി കൊടുക്കപ്പെടുന്നില്ല. അതാണ് ഇവിടെ നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അരുണിലേക്ക് വരാം. റോബിൻ പറഞ്ഞു നിർത്തിയൊരു പോയിന്റ് ഉണ്ട്. അദ്ദേഹത്തിനെതിരെ ഇവർ ഉന്നയിച്ച ഈ മാവോയിസ്റ്റ് ആരോപണം, അതിനെ സാധൂകരിക്കാൻ വേണ്ടി അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ, അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ട ചില രേഖകളാണ്. എനിക്ക് തോന്നുന്നു 44ഓളം രേഖകളുണ്ട്. പക്ഷെ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഈ ചില ഫോറൻസിക് സ്ഥാപനങ്ങളൊക്കെ ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആർസനൽ കൺസൾട്ടിംഗ് എന്നൊരു സ്ഥാപനമാണ്, അമേരിക്കയിലെ ബോസ്റ്റണിലുള്ള ഒരു സ്ഥാപനമാണ് സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക്. ആ ഹാർഡ് ഡിസ്കിൻ്റെ ഇമേജാണ് അവർക്ക് ചെക്കിങ്ങിനായിട്ട് കൊടുത്തത്. ഈ ഹാർഡ് ഡിസ്ക് അവർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോൾ അത് പറയുന്നതിനേക്കാൾ മുമ്പ് എന്തായിരുന്നു സ്റ്റാൻ സ്വാമിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്റ്റാൻ സ്വാമിയെ രാജ്യദ്രോഹ കുറ്റത്തിനായിട്ട് UAP ചുമത്തി കസ്റ്റഡിയിലെടുക്കുന്നത് ഭീമ ഗൊറേഗാവ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭീമ ഗൊറേഗാവിൽ 2018 ജനുവരി 1-ാം തീയതി അവിടെ ഒരു കലാപം ഉണ്ടാവുകയും അതിലൊരു മറാത്തക്കാരനായ ഒരു യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കലാപം ഉണ്ടായത് ഭീമ ഗൊറേഗാവ് ബാറ്റിലിൻ്റെ 200-ാം വാർഷികത്തിലാണ്. അതായത് ബ്രിട്ടീഷുകാരുമായി ചേർന്ന് ദളിത് വിഭാഗം അവിടുത്തെ മേൽജാതിക്കാരെ തോൽപ്പിച്ചതിൻ്റെ ഒരു വാർഷികം കൂടിയാണ്. അതിൻ്റെ 200-ാം വാർഷികം ആയതുകൊണ്ട് തന്നെ ആ വർഷത്തിൽ വലിയ രീതിയിലുള്ള റാലിയാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ആ ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസം എൽഗാർ പരിഷത്ത് എന്ന പേരിൽ ഒരു കോൺക്ലേവ് അവിടെ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സംഘടിപ്പിച്ച കോൺക്ലേവിൻ്റെ പിന്നിലുണ്ടായിരുന്നത് കബീർ കലാമഞ്ച് ആണ്. ഈ കബീർ കലാമഞ്ചിന് മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ട് എന്നതാണ് ഇതിന് പിന്നിൽ പോലീസ് ഉന്നയിക്കുന്ന ആരോപണം. അതൊരു കൾച്ചറൽ പ്രോഗ്രാം കൂടിയായിരുന്നു. ഈ പ്രോഗ്രാമിൽ നടത്തപ്പെട്ട ചില കൾച്ചറൽ പ്രോഗ്രാമുകൾ അതെല്ലാം ജനത്തെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചില കണ്ടന്റ് അതിലുണ്ടായിരുന്നു. മറ്റൊരു വിഭാഗത്തിനെതിരെ ജനത്തെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചില കണ്ടന്റുകൾ അതിലുണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. മാവോയിസ്റ്റ് ആശയങ്ങളടങ്ങിയ ചില ലഘുലേഖകൾ അവിടെ വിതരണം ചെയ്യപ്പെട്ടു എന്നും അവർ ആരോപിക്കുന്നു. ഇനി എങ്ങനെയാണ് ഫാദർ സ്റ്റാൻ സ്വാമി ഇതിലേക്ക് ഉൾപ്പെട്ടത്? അത് വലിയൊരു സമസ്യയാണ്. കാരണം ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കാർക്കും നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ല. കലാപം ഉണ്ടാക്കിയത് അവിടെ ഉണ്ടായിരുന്ന 2 ഹിന്ദുത്വവാദികളാണ്. അവരാണ് കലാപത്തിനുള്ള ഒരു വഴിമരുന്നിട്ടത്. അവിടെ നടന്ന റാലിക്ക് നേരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അത് അക്രമാസക്തമാകുന്നു, ഒരാൾ കൊല്ലപ്പെടുന്നു, ഏതാനും പേർക്ക് പരിക്കേൽക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഈ സംഭവിച്ചതിന് പിന്നിലെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എൽഗർ പരിഷത്ത് എന്ന കോൺക്ലേവ് ആണ്. ഇനി ഈ സ്റ്റാൻ സ്വാമിയെയും ആദ്യം അറസ്റ്റ് ചെയ്ത റോണ വിൽസൺ, അതുപോലെ തന്നെ സുരേന്ദ്ര ഗാൻലിംഗ്, ഇവരെയൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് കബീർ കലാമഞ്ചിന് പിന്നിൽ പ്രവർത്തിച്ച മാവോയിസ്റ്റുകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾക്ക് കിട്ടിയെന്നും പറഞ്ഞാണ്. പൂനെ പോലീസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് എടുക്കുന്നത്. അവരാണ് ഇതിൻ്റെ അന്വേഷണവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവർ കണ്ടെത്തിയ ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറയുന്ന അവരുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. ഇവരെല്ലാവരും രാജ്യദ്രോഹികളാണ്, മാവോയിസ്റ്റുകളുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു, അവരുമായിട്ട് മീറ്റിംഗ് നടത്തുന്നു, അവരിൽ നിന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിലും സുപ്രധാനമായത് പ്രധാനമന്ത്രിയെ കൊല്ലപ്പെടുത്തുവാനായിട്ട് ഇവർ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ആരോപണമായിട്ട് വന്നത്. അതിനായിട്ട് ചൂണ്ടിക്കാണിച്ചത് റോണ വിൽസന്റെ ഒരു ഇമെയിൽ സന്ദേശമാണ്. രാജീവ് ഗാന്ധിയെ ശ്രീപെരുമ്പതൂരിൽ കൊലപ്പെടുത്തിയതുപോലെ ഒരു ജനസമ്പർക്ക പരിപാടിയിൽ പ്രധാനമന്ത്രിയെ
കൊലപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. അതിനായിട്ട് ഇവർ ഏകദേശം 8 കോടിയോളം രൂപ സംഘടിപ്പിച്ചു, അത്യാധുനിക ആയുധങ്ങൾ സംഘടിപ്പിച്ചു. ഇതെല്ലാമാണ് ഇവർക്കെതിരെ ആദ്യം പോലീസ് ഉന്നയിച്ച ആരോപണങ്ങൾ. പിന്നീട് കേസ് NIA കയ്യിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം ആ കേസിൽ പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനെ 2018 ജൂൺ മുതലാണ് ഈ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ലെഫ്റ്റിസ്റ്റുകളും ആക്ടിവിസ്റ്റുകൾ, മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പല ഘട്ടങ്ങളിലായിട്ടാണ് ഇവരുടെ അറസ്റ്റുകൾ നടക്കുന്നത്. ഇതിൽ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റ് നടക്കുന്നത് 2021 ഒക്ടോബർ മാസത്തിലാണ്. അതിനും 1.5 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് റെയ്ഡ് നടക്കുകയും അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറും മറ്റ് അനുബന്ധ ഉപകരണങ്ങളെല്ലാം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ റോണ വിൻസെന്റ്, സുരേന്ദ്ര ഗാൻലിംഗ് എന്നിവർക്കൊക്കെ എതിരെയുള്ള ആരോപണങ്ങളാണ് ഇവർ മാവോയിസ്റ്റുകളുമായിട്ട് കൂട്ടിച്ചേർന്നു അവരുമായി കൈമാറിയ സന്ദേശങ്ങൾ, ഇതെല്ലാം ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോവുകയാണ്. മഹാരാഷ്ട്രയിലെ 2020 ഭരണം മാറുന്നുണ്ട്. ഭരണം മാറി മഹാഗാഡി സഖ്യം സ്ഥാനമേൽക്കുന്നു. അവർ ഈ കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത തീരുമാനം വരികയാണ്. NIA ഈ കേസ് ഏറ്റെടുക്കുന്നു. ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് സ്റ്റാൻ സ്വാമിയുടെയൊക്കെ അറസ്റ്റ് നടക്കുന്നത്. ഇവിടെ സ്റ്റാൻ സ്വാമിയുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ഇമേജാണ് RSN കൺസൾട്ടിങ്ങിന് കൊടുത്തത്. അവർ അതിൽ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്, വളരെ ഭയപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൂടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം 5 വർഷം മുമ്പേ, അതായത് 2019 5 വർഷം മുമ്പേ 2014 മുതൽ അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നതായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് ഹാക്കർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. നെറ്റ്വെയർ റാറ്റ് സംവിധാനത്തിലൂടെയാണ് അവർ അതിലേക്ക് നുഴഞ്ഞു കയറിയത്. ഈ ഹാക്കർ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് പല ഫയലുകളും ട്രാൻസ്ഫർ ചെയ്യുന്നു. WinSCP എന്ന ഫയൽ ട്രാൻസ്ഫർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ ഫയലുകളെല്ലാം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിപ്പ് ചെയ്ത ഫയലുകൾ പിന്നീട് WinRAR സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതെല്ലാം അൺസിപ്പ് ചെയ്ത് ഒരു സ്പെഷ്യൽ ഫോൾഡറിൽ മൈ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഹിഡൻ ഫോൾഡർ ഉണ്ടാക്കി അതിലേക്ക് സേവ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഏകദേശം ഒരു 40ഓളം ഫയലുകൾ ഉണ്ടായിരുന്നു. ആ ഫയലുകളിൽ സ്റ്റാൻ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട ചില ഫയലുകളും മറ്റെവിടെ നിന്നൊക്കെയോ കോപ്പി ചെയ്തും അതോടൊപ്പം തന്നെ സ്റ്റാൻ സ്വാമിയെ കുരുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചില ഫയലുകളും. ഈ ഫയലുകളിൽ ഒന്നുപോലും ഫാദർ സ്റ്റാൻ സ്വാമി തുറന്നു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് അവർ കണ്ടെത്തിയത്. കാരണം അതിൻ്റെ ഫയലിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും ഈ ഫയലുകളെ ആക്സസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം മറ്റൊരു സംവിധാനത്തിലൂടെ, മറ്റൊരു ഹാക്കിംഗ് സിസ്റ്റത്തിലൂടെ സ്റ്റാൻ സ്വാമിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഫയലുകൾ ഒന്നൊന്നായി സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിലേക്ക് പ്ലാന്റ് ചെയ്യുന്നു. ഇതിൻ്റെ രസകരമായ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ സ്റ്റാൻ സ്വാമിയുടെ ഈ ഹാർഡ് ഡിസ്ക് എല്ലാം കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ട് തലേദിവസം രാത്രി 8:30 ഇതേ ഹാക്കർ സ്റ്റാൻ സ്വാമിയുടെ സിസ്റ്റത്തിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ്, അദ്ദേഹം ഇംപ്ലാന്റ് ചെയ്ത ഫയലുകളല്ല, അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസുകളെല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. അദ്ദേഹം കൃത്യമായിട്ട് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഡിലീറ്റ് കമാൻഡ് ഉപയോഗിച്ച് ആ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു 9:10 സ്റ്റാൻ സ്വാമി തൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നു. ഈ ഷട്ട് ഡൗൺ ചെയ്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് അവിടെ നിൽക്കുന്നു. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് എല്ലാം പിന്നീട് റെക്കോർഡിക്കലായിട്ട് നമുക്ക് ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് കിട്ടുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് ഈ ഹാർഡ് ഡിസ്കിൽ ആർക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ, ഏത് ഫോറൻസിക് വിദഗ്ധന് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഈ ആർസനലിൻ്റെ റിപ്പോർട്ടിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റാർക്കും വേണമെങ്കിലും പരിശോധിക്കാം. പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഫാദർ സ്റ്റാൻ സ്വാമി അല്ല ഇതിലെ ഫയലുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫയലുകൾ തന്നെ ചിലത് സ്റ്റാൻ സ്വാമിയുടെ സിസ്റ്റത്തിലെ വേഡിൻ്റെ വേർഷൻ 2007 പക്ഷേ ഇത് 2010 വേർഷനിലെ വേഡ് ഫയലിലാണ് പല ഫയലുകളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേഡ് ഫയലുണ്ട്, PDF ഫയലുണ്ട്, ORG ഓപ്പൺ ഓഫീസിൽ തുറക്കുന്ന ഫയലുകളുണ്ട്. ഈ ഫയലുകളെല്ലാം ഇതിലേക്ക് കൃത്യമായിട്ട് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു വലിയൊരു നെറ്റ്വർക്കാണ്. കൃത്യമായിട്ട് പോലീസ് എന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നു, അതിൻ്റെ തലേ ദിവസം ഈ ഹാക്കർ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോ അദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും. ഇത് വലിയൊരു ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു കൊടും ചതിയുടെ ഒരു പിന്നാമ്പുറ ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ പലപ്പോഴും സ്റ്റാൻ സ്വാമിക്ക് ജയിലിൽ നേരിട്ട ചില ദുരനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് പാർക്കിൻസൺ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന, കൈകൾ വിറയ്ക്കുന്ന അദ്ദേഹത്തിന് ഒരു MBBS ഡോക്ടറിൻ്റെ സേവനം ജയിലിൽ കൊടുക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമാണ് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് 5 വർഷം മുൻപേ തന്നെ അദ്ദേഹത്തിനെ കുരുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഹാക്കറെ നിയോഗിച്ച് ആ ഹാക്കർ കൃത്യമായിട്ട് ഫയലുകൾ ഇംപ്ലാന്റ് ചെയ്ത് ആ ഫയലുകൾ ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു വിഷയത്തിൽ,
ഭീമ ഗൊറഗവ് കലാപവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലേക്ക് അതിനെ കണക്ട് ചെയ്ത് കൃത്യമായിട്ട് ഒരു രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിച്ച് UAPA പ്രകാരം കേസെടുത്ത് അദ്ദേഹത്തെ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാത്ത രീതിയിൽ കുരുക്കുന്നു. ഇത് ഈ രാജ്യത്ത് നടക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് എങ്ങനെ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റും? ഇവിടെ ഈ രാജ്യം അവർക്ക് നീതിബോധം ഉണ്ടെങ്കിൽ, അവർക്ക് ഈ സ്റ്റാൻ സ്വാമി എന്ന വ്യക്തിയോട് പ്രത്യേകമായിട്ടൊരു പാർഷ്യാലിറ്റിയോ ഒന്നുമില്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് പരിശോധിക്കാവുന്ന കേസേ ഉള്ളൂ. ഈ സിസ്റ്റത്തിലേക്ക് ഹാക്കർ എൻട്രി ചെയ്ത IP അഡ്രസ്സ് അടക്കമാണ് ആർസനൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ജനത്തെ തുല്യതയോടുകൂടി കാണുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അവർക്ക് ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിക്കായിരുന്നു, ആരാണ് ഇതിന് പിന്നിൽ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു നിരപരാധിയെ ഇത്രയും ക്രൂരമായി കുരുക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് തങ്ങളല്ലെങ്കിൽ അത് ആരാണ് പ്രവർത്തിച്ചത് എന്നെങ്കിലും, അതിൻ്റെ ആരോപണം തങ്ങൾക്കെതിരെ വരാതിരിക്കാനെങ്കിലും അത് ആരാണ് പ്രവർത്തിച്ചത് എന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തുകയും അവരെ നിയമ നടപടികളിലൂടെ കടത്തിവിടേണ്ടത് ആരാണ്? അത് ഈ ഭരണകൂടമാണ്. ഭരണകൂടത്തിൻ്റെ കൈകളിൽ കറയില്ലെങ്കിൽ അവർ അത് ചെയ്തേനെ. അത് വ്യക്തമാണ്. ഈ പറയുന്നത് പോലെ ആഴ്സലിൻ്റെ ഒക്കെ ഒരു റിപ്പോർട്ട് അത് ശക്തമായിട്ടുള്ള ആരോപണമാണ് ആ റിപ്പോർട്ടിലൂടെ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഹാക്കിംഗ് നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ റിപ്പോർട്ട് ശരിയാണെങ്കിൽ എത്രത്തോളം ഭയക്കേണ്ടിയിരിക്കുന്നു അല്ലേ? പ്രത്യേകിച്ച് ഒരു അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ എങ്ങനെയാണ് വർഷങ്ങൾ നീണ്ട ഒരു ട്രാക്കിങ്ങിനൊടുവിൽ വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു ഹാക്കിങ് നടത്തുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് ആണ് ഈ അറസ്റ്റിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ നയിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടൊക്കെ ശരിയാണെങ്കിൽ അത്തരം ഒരു രീതി, അല്ലെങ്കിൽ ഈ ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ ട്രാപ്പിലാക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ശബ്ദം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുക, അത്തരം ശൈലികളൊന്നും ജനാധിപത്യ സംസ്കാരത്തിന് ഒട്ടും തന്നെ ഭൂഷണമല്ല എന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യം കൂടിയാണ്. മറ്റൊരു ആസ്പെക്റ്റ് കൂടി നാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും പലരും ഇത്തരം ഒരു ആക്ടിവിസത്തിലേക്ക് ഒരു വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. പാവങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതായത് ഈ രാജ്യം അവർക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളുടെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിയമ പോരാട്ടങ്ങളിലൂടെ, ആരോഗ്യകരമായിട്ടുള്ള സമരമാർഗങ്ങളിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. പക്ഷേ അവിടെ പോലും ഈ വിളകളുടെ ഒപ്പം തന്നെ ഈ കളകളും വളരുന്ന നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ പോലും ചില ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ്, ഈ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നവരെ പോലും കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചില ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ഇവരെ ട്രാപ്പിലാക്കുന്ന ചില സമീപന രീതികൾ നമുക്ക് ഈ കാലഘട്ടത്തിലൊക്കെ കാണാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ക്രൈസ്തവരെ ഈ അധസ്ഥിതരുടെയും അശരണരുടെയും ഇടയിലേക്ക് പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് അത് ക്രിസ്തുവിൻ്റെ നയപ്രഖ്യാപനം കേട്ടുകൊണ്ട് തന്നെയാണ്. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ ഇടയിലേക്ക് സ്റ്റാൻ സ്വാമി ഇറങ്ങി ചെല്ലുകയാണ് ഉണ്ടായത്. ഇതേപോലെ ക്രൈസ്തവർ പലരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. അവരെ മോചിപ്പിക്കാനായിട്ട് അവർ അക്ഷീണം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന, അവർക്കെല്ലാവർക്കും ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇവരെ മോചിപ്പിക്കുക അല്ലെങ്കിൽ ഇവരെ എംപവർ ചെയ്യുക. ഇത് മാത്രമേ അവരുടെ ആഗ്രഹമുള്ളൂ. പക്ഷേ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ മറ്റു മാർഗങ്ങളൊന്നും പൊതുവെ തേടാറില്ല. കാരണം ക്രിസ്തു കാണിച്ചു കൊടുത്ത ഒരു മാർഗമുണ്ട്, ആ മാർഗത്തിലൂടെ മാത്രമേ അവർ പോകുള്ളൂ. പക്ഷേ നമ്മൾ കാണുന്ന മറ്റു രണ്ട് വിഭാഗങ്ങൾ കൂടിയുണ്ട്. അതായത് തീവ്ര ഇടതുപക്ഷങ്ങൾ അല്ലെങ്കിൽ നക്സലുകൾ, മാവോയിസ്റ്റുകൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, അവർക്ക് ലക്ഷ്യം മാത്രമാണ് പ്രധാനം. അതിനുള്ള മാർഗം അവർ ഒരിക്കലും നോക്കാറില്ല. മാർഗത്തിൽ കൊലപാതകങ്ങളുണ്ടാകാം, മാർഗത്തിൽ പല വിധത്തിലുള്ള ചതികളുണ്ടാകാം, അക്രമങ്ങളുണ്ടാകാം. പക്ഷെ അവരതിനെയൊന്നും വകവയ്ക്കുന്നില്ല. അവരുടെയും ലക്ഷ്യം ഒന്നാണ്, ഈ പാവപ്പെട്ടവരെ സമുദ്ധരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർ അതിനു വേണ്ടിയിട്ട് രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമതൊരു വിഭാഗമുണ്ട്, അവർക്ക് ലക്ഷ്യം ഇതല്ല, പക്ഷെ അവർ ലക്ഷ്യം ഇതാണ് എന്ന് പറയും. അവർ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക, അങ്ങനെയുള്ള മറ്റു നല്ല സുന്ദരമായ ചില വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കും. പക്ഷെ അവരുടെ ലക്ഷ്യം അതല്ലെങ്കിലും അവർ ലക്ഷ്യം ഇതാണെന്ന് പറഞ്ഞ് അവരും തങ്ങൾ പാവപ്പെട്ടവരുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു വരും. ഇതാണ് ചില തീവ്രവാദ സംഘടനകൾ. അപ്പോൾ ക്രൈസ്തവർ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ രണ്ട് കൂട്ടരെയും അകറ്റി നിർത്തേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. തങ്ങളുടെ പ്രവർത്തന മേഖലയുടെ 7 അയലത്തേക്കും പോലും അവർ കടത്തരുത്. കാരണം ഇവർ ഏതെങ്കിലും രീതിയിൽ സംഭാഷണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകടനങ്ങളിലേക്കോ ഇവർ കടന്നു വന്നു കഴിഞ്ഞാൽ അത് മതി ഈ നല്ല ലക്ഷ്യത്തോടു കൂടി സേവനത്തിന് ഇറങ്ങിയവരെ പോലും രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കപ്പെടുവാനായിട്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകളിൽ നിന്ന് അധസ്ഥിതർക്ക് വേണ്ടി സേവനത്തിനായിട്ട് പുറപ്പെടുന്നവർ ഈ കൂട്ടരെ, ഞാൻ ആദ്യം പറഞ്ഞ 2 പേരെയും
അവർ ഒരു കാരണവശാലും അവരെ അടുപ്പിക്കരുത്. അവരെ അടുപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഫോട്ടോ പോലും വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, പിന്നെ എന്നാണ് നിങ്ങളും രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കപ്പെടുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് വളരെ കറക്റ്റാണ്. അതായത് ക്രൈസ്തവ മിഷണറിമാർ, ഇപ്പോൾ ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലുള്ള നിഷ്കളങ്ക ജീവിതങ്ങൾ, അവരുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പാവങ്ങളുടെ ഒരു ഉന്നമനം, അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു പുരോഗതി, അത് മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത്. ഒരിക്കലും ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള മിഷണറിമാർ രാജ്യത്തിനെതിരെ ഒരിക്കലും തിരിയുകയില്ല. ഇവിടുത്തെ ഒരു വ്യവസ്ഥിതിക്ക് എതിരെ ഒരു ഭരണഘടനാ വിരുദ്ധമായി തിരിയുകയില്ല എന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത്തരം നല്ല ആശയങ്ങളുമായി പ്രവർത്തിക്കുന്നവരെ പോലും കുടുക്കിലാക്കാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ്, അത് ചില എക്സ്ട്രീം വിഭാഗക്കാരായിക്കോട്ടെ, രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തീവ്രവാദ സ്വഭാവമുള്ളവരായിക്കോട്ടെ, ഈ നല്ല ആശയങ്ങളുമായി പ്രവർത്തിക്കുന്നവരെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത്തരം കള്ള നാണയങ്ങളെ ഈ ഒരു മേഖലയിലും, ഈ സാമൂഹ്യ പ്രവർത്തന മേഖലയിലെ കള്ള നാണയങ്ങളെ കൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മിഷണറിമാർ. അല്ല, ജാർഖണ്ഡിലെ അതുപോലെ ഈ ദണ്ഡകാരണി അടക്കമുള്ള ഈ മേഖല മുഴുവൻ നക്സൽ ഇൻഫ്ലുവൻസ് ആണ്. അവരുടെ ഗവൺമെന്റ് കയറി ചെല്ലാൻ കഴിയില്ല. അവിടെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് ഈ മിഷണറിമാർ കയറി ചെന്ന് കഴിയുമ്പോൾ അവരുമായിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞ് കേസ് എടുക്കുകയും അതിനെതിരെ നക്സലാണെന്ന് പറഞ്ഞ് ആരോപണം ഉയർത്തുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ആ മേഖലയിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ പാവപ്പെട്ടവരെ മുഴുവൻ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു. ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അവിടെയുള്ള ചില ലോബികൾക്ക്, ചില ഖനി മാഫിയകൾക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ സാധാരണ ജനങ്ങൾ ഈ അനീതി തിരിച്ചറിയുന്നു, അതിനെതിരെ പ്രതികരിക്കാൻ രംഗത്ത് വരുന്നു. അവരെയെല്ലാം ഈ മിഷണറിമാർ ഓർഗനൈസ് ചെയ്യുന്നു, ഈ ഇൻജസ്റ്റിസിനെതിരെ പ്രതികരിക്കാൻ പാകത്തിൽ ഓർഗനൈസ് ചെയ്യുന്നു. അത് അവർക്ക് പറ്റുന്നില്ല. അവർ കൃത്യമായി അതിനെതിരെ പ്രതികരിക്കുന്നു. അവിടെ പല മിഷണറിമാർ, എത്രയോ അച്ഛന്മാർ കൊല്ലപ്പെടുന്നു, അവിടെ സിസ്റ്റേഴ്സ് കൊല്ലപ്പെടുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം പീഡിപ്പിക്കപ്പെടുന്നു, വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു അവിടെയുള്ള മിഷണറിമാർ. ഇതിൻ്റെ എല്ലാം വ്യക്തമായ അടിസ്ഥാനം ഇതാണ്. ആരോപണങ്ങളൊക്കെ വെറും ആരോപണങ്ങളാണ് എന്ന് പറയാമെന്നല്ലാതെ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. 3 വർഷങ്ങൾക്ക് അപ്പുറം 2021 ജൂലൈ മാസം 5-ാം തീയതിയായിരുന്നു പാവങ്ങൾക്ക് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള ഫാദർ സ്റ്റാൻ സ്വാമി എന്ന ആ വന്യ വൈദികൻ്റെ ആ ശബ്ദം നിലച്ചത്. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലായിരുന്നു ബോംബെ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ആ ജാമ്യാപേക്ഷ പരിഗണിച്ച ന്യായാധിപന്മാരോട് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ആ ഒരു മരണവാർത്ത അറിയിച്ചത്. അതിനു മുമ്പ് ജാമ്യത്തിന് വേണ്ടി പലതവണ അദ്ദേഹം ശ്രമിച്ചിരുന്നു. കസ്റ്റഡിയിലായിരിക്കുന്ന കാലയളവിൽ, തടവറയിലായിരിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന് കോവിഡ് രോഗം ബാധിച്ചിരുന്നു. കോവിഡിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പാർക്കിൻസൺസ് രോഗം മൂർച്ഛിച്ചിരുന്നു. അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഈ ജയിലിലേക്ക് വരുന്നതിന് മുമ്പ് സ്വന്തമായി പരസഹായമില്ലാതെ നടക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. എൻ്റെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജയിലിലായിരുന്ന 8 മാസം അല്ലെങ്കിൽ 9 മാസം ആ ഒരു കാലയളവിൽ എൻ്റെ ആരോഗ്യം വളരെയധികം ശോഷിച്ചു എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. ഈ ഈ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വാദം കേൾക്കുന്ന അവസരത്തിലൊക്കെ വീഡിയോ കോൺഫറൻസിലൂടെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം ജഡ്ജിമാർ കേട്ടത്. ഈ വിഷയത്തിലെ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. ഒരു കാരണവശാലും ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടത്തിനെതിരെയുള്ള ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ ഒരിക്കലും അടിച്ചമർത്തപ്പെടരുത്. ഇത്തരത്തിൽ പാവങ്ങളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലെയുള്ള മനുഷ്യ സ്നേഹികളെ, മനുഷ്യാവകാശ പ്രവർത്തകരെ വ്യാജ കുറ്റങ്ങൾ ചുമത്തി, വ്യാജ ആരോപണങ്ങൾ ചുമത്തി തടവറയിലാക്കുന്ന ഒരു പ്രവണത ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ സംസ്കാരത്തിന് ഒട്ടും തന്നെ ഭൂഷണമല്ല. ഒപ്പം തടവറയിലുള്ളവർക്കും കൃത്യമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ ഉണ്ട്. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കേസിൽ നാം കണ്ടത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള ഒരു മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഫാദർ സ്റ്റാൻ സ്വാമിക്ക് നേരിടേണ്ടി വന്നത്. ഒപ്പം തന്നെ ജയിലുകളിലുള്ളവർക്കും മനുഷ്യാവകാശത്തിനുള്ള അവകാശമുണ്ട് എന്നൊരു കാര്യം കൂടി വ്യക്തമാകുക. ഫാദർ സ്റ്റാൻ സ്വാമി നേരിട്ട മനുഷ്യാവകാശ ധ്വംസനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാം കണ്ണോടിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് സ്ട്രോയിങ് സിപ്പറും ലഭ്യമാക്കുന്നില്ല. ഒപ്പം തന്നെ തലോജ ജയിലിലായിരിക്കുന്ന അവസരത്തിൽ എനിക്കൊരു MBBS ഡോക്ടറിനെ
ചികിത്സയ്ക്കായി തരൂ എന്ന അദ്ദേഹത്തിൻ്റെ അപേക്ഷ പോലും ഗൗനിച്ചില്ല. അവിടെ ആകെ ഉണ്ടായിരുന്നത് 3500ഓളം തടവുകാരായിരുന്നു ആ ജയിലിൽ ഉണ്ടായിരുന്നത്. അവിടെ ആകെ ഉണ്ടായിരുന്ന 2 ആയുർവേദ ഡോക്ടർമാരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഏറ്റവും ലാസ്റ്റ് ഒടുവിൽ നാം ചർച്ച ചെയ്തതുപോലെ നല്ല ഉദ്ദേശത്തോടു കൂടി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കായി, പാവങ്ങളുടെ ഉന്നമനത്തിനായി ഇറങ്ങിത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ, രാജ്യദ്രോഹ ശക്തികളുടെ, രാജ്യവിരുദ്ധ ശക്തികളുടെ കുതന്ത്രങ്ങളെ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവരുമായി കൃത്യമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലും അത്തരത്തിലുള്ള സംഘടനകളുമായിട്ട് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള യാതൊരുവിധ ബന്ധങ്ങളും പുലർത്താതിരിക്കുവാനുള്ള ഒരു ജാഗ്രത പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മിഷണറിമാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നൊരു വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ്, ആശയം തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ സത്യങ്ങൾ തീർച്ചയായിട്ടും വെളിച്ചത്ത് വരട്ടെ. അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച, തീർച്ചയായിട്ടും അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മർഡർ എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആയവർ, അവർക്ക് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ ലഭ്യമാക്കുവാനുള്ള ആർജവത്വം, ഇച്ഛാശക്തി രാജ്യം ഭരിക്കുന്നവർ കാണിക്കണം എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഷയത്തിലെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.